ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷൻ കഴിഞ്ഞു. എല്ലാവർക്കും അറിയേണ്ടത് ഏകദേശ കട്ട് ഓഫ് എത്ര വരും എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഉള്ളത്, അല്ലേ? ഓക്കെ, അപ്പോൾ കുറേ ധാരണ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിക്കഴിഞ്ഞു. എന്തായാലും സഹകാരിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷനിൽ നമ്മൾ ഉണ്ടായിരുന്നത്. സഹകാരി നിരന്തരം ചെയ്യുന്ന മിക്കവാറും പരീക്ഷകളിലൊക്കെ 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന ലെഗസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെഗസി ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലും ആവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുട്ടികളുടെ സ്കോർ എന്തായാലും നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഫൈനൽ ആൻസർക്ക് വരാനുണ്ട്, അല്ലേ? ഫൈനൽ ആൻസർക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ഡിലീഷനും അതുപോലെ ആൻസർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം മാത്രമേ ഫൈനലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും 60+ ഉറപ്പായിട്ടും സഹകാരിയുടെ സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. കട്ട് ഓഫ് അല്ല കേട്ടോ, മാർക്ക് ഹൈ സ്കോറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കട്ട് ഓഫ് ഇപ്പോൾ നിലവിലത്തെ ഒരു ഊഹ പ്രകാരം നമുക്ക് കട്ട് ഓഫ് 40ക്കും 45നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എങ്ങനെ നോക്കിയാലും സഹകാരിയുടെ സ്റ്റുഡൻസും അതുപോലെ പുറമെയുള്ള മറ്റെല്ലാ സ്റ്റുഡൻസും നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ഉള്ളൊരു കണക്കാണത്. അതിനുള്ളിൽ വരാനാണ് ഇപ്പോൾ നിലവിലത്തെ സാധ്യത. പിന്നെ എത്രത്തോളം ഡെലീഷൻ വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു അനുസരിച്ച് ചെറിയ ചില വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. എന്തായാലും കട്ട് ഓഫ് വിൽ ബി ഇൻ ബിറ്റ്വീൻ ദിസ്. ഓക്കെ, ഒരു 40ക്കും 45നും ഇടയിലായിരിക്കും കട്ട് ഓഫ് വരുന്നത് കേട്ടോ. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സഹകാരിയുടെ ചുണക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? ഇനി എന്ത്, ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ. അപ്പോൾ മക്കളെ, നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പ്രധാനമായിട്ട് ഒന്ന്, നിങ്ങൾക്ക് ടെക്നിക്കൽ ക്ലാസ്സിന് ഫുഡ് സേഫ്റ്റി, അല്ലേ? ഫുഡ് സേഫ്റ്റി വകുപ്പിൽ തന്നെ ടെക്നിക്കൽ ക്ലാസ്സിൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും അത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഫുഡ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ നിങ്ങൾ അഭിമുഖീകരിച്ചതിൻ്റെ ഏകദേശം ഒരു 1/3 മത്സരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം വലിയൊരു ഗ്രൂപ്പ് എന്താണ് ഈ പരീക്ഷയ്ക്ക് അർഹരല്ല എന്നുള്ളതാണ്. ഈ പരീക്ഷയുടെ പോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 30നും 40നും ഇടയ്ക്കുള്ള അഡ്വൈസ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ലബോറട്ടറികളിലാണ് നമ്മുടെ ഈ ജോബിൻ്റെ ഒരു അടിസ്ഥാനം വരുന്നത്. മറ്റൊരു ആസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ലഭിക്കുന്നതിന് കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ളതും ആർക്കാണ്? നമ്മുടെ ഈ പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർക്കാണ്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഇനി ജൂണിലായിരിക്കും ഒരു പരീക്ഷ നമുക്ക് വരാൻ സാധ്യതയുള്ളത്, ജൂണിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജൂണിൽ മുന്നോടിയായിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ സെയിം ആണ്, പക്ഷേ നമുക്ക് ലബോറട്ടറി എക്കോസിസ്റ്റം പോലുള്ള കാര്യങ്ങളും അതുപോലെ ലോ കൃത്യമായിട്ട് ഫുഡ് ലോസ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തുടങ്ങുക. സഹകാരിയുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള എനിക്ക് ഉറപ്പാണ് നിങ്ങളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിറച്ച് വെച്ച പോലെയുള്ളൊരു കൃത്യമായിട്ടുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിന്ന കുട്ടികളാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പവർ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെബിനാറിലൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ പവർ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പവർ നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന സംശയമൊന്നും വേണ്ട. കൃത്യമായിട്ട് ഒരു നമ്മുടെ പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സഹകാരി സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അതേ കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ടെക്നിക്കൽ ക്ലാസിൻ്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടെക്നിക്കൽ ക്ലാസിൻ്റെ ഇതുവരെ തുടങ്ങാത്ത ആൾക്കാർക്കും തുടങ്ങാനുള്ള സമയമുണ്ട് കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട. ജൂണിന് ശേഷം മാത്രമേ മിക്കവാറും പരീക്ഷ ഉണ്ടാകത്തുള്ളൂ. ഉടൻ തന്നെ ഫൈനൽ സിലബസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ സിലബസിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ സഹകാരി തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ ഡിവിഷണൽ അക്കൗണ്ട് 29-ാം തീയതി അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് എത്രത്തോളം ആ പരീക്ഷയ്ക്ക് ആപ്റ്റാണെന്നോ അല്ലെങ്കിൽ ആ പരീക്ഷ എങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആക്ച്വലി. പക്ഷേ നിങ്ങൾ ആ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഓപ്ഷൻ തരുന്നത് നിങ്ങൾക്ക്. ഡിവിഷണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്ലോറിഫൈഡ് പോസ്റ്റ്, ലൈക്ക് ഒരു വലിയൊരു പോസ്റ്റാണ്. കാരണം 51,000-ന് മുകളിലാണ് എൻ്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ കയറുമ്പോൾ തന്നെ ഗസറ്റ് പോസ്റ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ പരീക്ഷയുടെ രീതിയും അത്ര കണ്ട് ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, അതുപോലെ മെൻസുറേഷൻ പഠിക്കണം. അത് ഏറ്റവും കൂടുതൽ വരുന്ന ആ ഭാഗമാണ്. പിന്നെ വരേണ്ടത് നമുക്ക് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് പഠിക്കണം. ഇത് എല്ലാ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള മോട്ടിവേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു സ്ട്രീക്കിലാണ്, വാക്കിംഗ് സ്ട്രീക്കിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ തരുന്നത്. പിന്നെ അക്കൗണ്ടൻസി പഠിക്കാത്ത ആൾക്കാർക്ക് ഇത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഡിവിഷണൽ അക്കൗണ്ടായിട്ട് കയറിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ടില്ലാത്ത ഒത്തിരി പേര് ഡിവിഷണൽ അക്കൗണ്ടിൽ ക്ലിയർ ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് തരുന്നത്. ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് വരുന്നത്. പ്രിലിംസും മെയിൻസും ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പാകത്തിനുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ DA അതുപോലെ നിങ്ങളുടെ പേരും ജില്ലകളൊന്ന് മെസ്സേജ് ചെയ്യുക. അതുപോലെ ടെക്നിക്കൽ ലെസനാണെങ്കിൽ TA എന്ന കോഡാണ് മെസ്സേജ് ചെയ്യണം. ടെക്നിക്കൽ ക്ലാസിൻ്റെ TA ആണ് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വെബിനാർ സെഷനിൽ നേരിട്ട് കാണാം. സഹകാരിയിലേക്ക് വന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വപ്നം എന്താണ്? സർക്കാർ ജോലിയാണ്. ഇപ്പോൾ നിലവിലത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ എങ്ങനെയായാലും 40 പേര് നമ്മുടെ കുട്ടികൾ തന്നെ ആയിരിക്കും, ഏകദേശം ഉറപ്പുണ്ട്. പകുതിയിൽ കൂടുതൽ ആൾക്കാർ സഹകാരിയുടെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. അതുപോലെ ടെക്നിക്കൽ ക്ലാസിൻ്റെ ഫുള്ള് നമ്മുടെ സ്റ്റുഡൻസ് ആക്കണമെന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യവും അതുപോലെ പ്രാർത്ഥനയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകാം. അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സഹകാരിക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെബിനാറിൽ നേരിട്ട് കാണാം. താങ്ക്